ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്കൊക്കെ അറിയാം, പത്രവാർത്തകളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലൊക്കെ പുറത്തു വരുന്ന നിരപരാധികളായിട്ടുള്ള അനേകം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുകയും മർദ്ദിക്കുകയും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വർഷങ്ങൾ നീണ്ട ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് തന്നെയാണ് ആ ഒരു കുറ്റം തെളിയിച്ച് അല്ലെങ്കിൽ തെളിയിക്കാതെ ഒക്കെ മിക്ക കേസുകളും പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്ന അല്ലെങ്കിൽ നിലവിലെ കേരളത്തിലെ പോലീസ് ഒരു ഏത് രീതിയിലാണ് വ്യക്തികളെ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് നമുക്കൊക്കെ അറിയാം. ചിലപ്പോൾ മദ്യപിച്ചിട്ട് നിൽക്കുന്നവരായാലും ശരി, മദ്യപിക്കാത്തവരായാലും ശരി, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ട് വിളിച്ചു വരുത്തുക, അനാവശ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുക, അവസാനം അത് കോടതിയിൽ വന്ന ശേഷം കുറ്റം തെളിയിക്കാതെ വിട്ടുപോവുക, ഇങ്ങനെയൊക്കെ അനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാടായിട്ടുള്ള കേരളം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട്. അതായത് അറസ്റ്റ് വാറണ്ട് നോട്ടീസ് അയച്ചതിന് ശേഷം മാത്രമേ, അതായത് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കുറ്റം അല്ലെങ്കിൽ ആളുടെ ഫുൾ ഡീറ്റെയിൽ, ഏത് വകുപ്പ് പ്രകാരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന അറസ്റ്റ് വാറണ്ട് നോട്ടീസ് പ്രകാരം അയക്കണം. അയച്ചതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് സ്റ്റേഷനുകൾക്കും പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് മേലധികാരികൾക്കും ഉള്ളൂ എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പൂർണ്ണ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും ഈ നോട്ടീസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അറസ്റ്റിലാകുന്ന ആളുടെ പേര്, അയാളുടെ മേൽവിലാസം, തിരിച്ചറിയൽ കാർഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളുടെ വിവരങ്ങൾ, അത് ആധാർ, പാസ്പോർട്ട്, അങ്ങനെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ അതിനൊപ്പം ഉണ്ടായിരിക്കണം. ക്രൈം നമ്പർ, അറസ്റ്റിലേക്ക് നയിച്ച നിയമവും വകുപ്പും, അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന കുറ്റം എന്താണ്, ആ കുറ്റത്തിനുള്ള ശിക്ഷാ നടപടി എന്താണ്, അതും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. പോലീസ് സ്റ്റേഷനും ജില്ലയും, അത് ആരാണോ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത്, അത് ഏത് പോലീസ് സ്റ്റേഷനാണ്, ജില്ല ഏതാണ്, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അറസ്റ്റ് ചെയ്ത തീയതിയും സമയവും ഉണ്ടായിരിക്കണം. അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടായിരിക്കണം. അതിനുള്ള കാരണം എന്താണ്, ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും ഉപ്പും ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ടൊരു വ്യക്തിയെ എന്തെങ്കിലും കാരണവശാൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാവട്ടെ അല്ലെങ്കിൽ കുറ്റം ചെയ്താൽ പോലും അദ്ദേഹത്തിന് നൽകേണ്ട പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇത്. ആ നോട്ടീസിൽ കൃത്യമായിട്ട് ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കുകയും വേണം. ആ പോലീസുകാരൻ്റെ ഒപ്പുണ്ടായിരിക്കണം, അദ്ദേഹത്തിൻ്റെ പേരും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ പേര്, ജില്ല ഏത്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, അട്ടപ്പാടിയിൽ ഇതുപോലെ ഒരു പയ്യൻ ഇപ്പോൾ മരണപ്പെട്ടായിരുന്നു. അത് പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് കാണുവാനില്ല എന്നൊരു വാർത്തയാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പെൺകുട്ടിയും ഈ പയ്യനും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പോലീസ്. അപ്പോൾ ഈ കൊണ്ടുവരുന്നതിന് മുമ്പും കാണാതായതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വളരെ മനുഷ്യത്വഹീനമായിട്ടുള്ള ഇടപെടലാണ് അവിടെ പോലീസ് ഈ പയ്യനായിട്ടുള്ള ആ വ്യക്തിയുടെ കുടുംബത്തിനോട് കാണിച്ചത്. ഇതിനെ തുടർന്ന് ഈ കാണുവാനില്ല എന്നുള്ളൊരു പരാതി വന്നതിന് ശേഷം ഈ പയ്യൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടി ആ നാട്ടിലുണ്ടായി. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദിവാസി സമൂഹം വളരെയധികം പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് ഈ പോലീസ് സ്റ്റേഷനെതിരെ വന്നിരുന്നു. എന്തു തന്നെയായാലും ഇത്രമാത്രം ഈ വിഷയം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത്, ഒരു കാണുവാനില്ല എന്നൊരു പരാതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പയ്യന് എത്ര വയസ്സുണ്ട്, അത് പോക്സോ കേസിൽ പെടുന്നതാണോ, ഇങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും അന്വേഷിക്കാതെ ആ പ്രതിയെ
പോലീസ് പ്രതിയെന്ന് പറയുന്ന ആ പയ്യനെ അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് മെൻ്റലി ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും പത്രമാധ്യമങ്ങളിലൊക്കെ വന്നത് ആ പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അട്ടപ്പാടിയിലുള്ള ഈ ബന്ധുക്കൾ മുഴുവൻ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വലിയ ഒരു വിവാദത്തിലേക്കാണ് ആ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പോലീസുകാരൊക്കെ തന്നെ പ്രതി ചേർക്കപ്പെട്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരെയൊക്കെ തന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയും വളരെയധികം ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന് ഇടപെടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വാർത്തയിലേക്ക് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വാർത്ത അറിയില്ല എങ്കിൽ തന്നെ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പം നിലവിൽ അനാവശ്യമായിട്ട് ഒരു വ്യക്തിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു നോട്ടീസ് നൽകി മാത്രമേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലുള്ള എല്ലാ ജില്ലാ മേധാവികൾക്കും പോലീസ് സ്റ്റേഷനുകൾക്കും ബാധകമാണെന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. എന്തു തന്നെയായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ എടുക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അത് വിമർശനമായാലും സപ്പോർട്ട് തന്നെയായാലും എന്തും എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.